ഓണമൊക്കെ ഇങ്ങ് എത്താറായി. എന്നാൽ പിന്നെ നമുക്കൊരു കിടിലൻ മാങ്ങാച്ചാർ ഉണ്ടാക്കിയാലോ, അതും മലപ്പുറം സ്റ്റൈല്. എന്നാൽ പിന്നെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മാങ്ങാച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 മാങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം. തൊലിയോടുകൂടി തന്നെ അരിഞ്ഞെടുക്കുന്നതാണ് മാങ്ങ അച്ചാറിന് ടേസ്റ്റ്. അപ്പം ഞാനതെല്ലാം മുറിച്ചെടുത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. നമുക്ക് സദ്യയുടെ കൂടെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു മാങ്ങാച്ചാറാട്ടോ. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണേ. നിമിഷ നേരം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ദേ മാങ്ങ ഞാൻ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു. അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന കിടിലൻ ഒരു അച്ചാറാട്ടോ ഇത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഇനി വേണ്ടത് മുളക് പൊടിയാണ്. അപ്പോൾ എരിവിന് ആവശ്യമുള്ള അത്ര മുളക് പൊടി ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് കടുക് വറുത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി വന്നപ്പം അതിലേക്ക് ഉലുവ കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ഉലുവയും കൂടെ പൊട്ടി വരുമ്പം നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില നമ്മൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണം. അപ്പോൾ അതേ ഞാൻ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിടെ മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് തിളപ്പിച്ചാറിയ വെള്ളമാണ്. അത് നമ്മുടെ എത്രത്തോളം വെള്ളം വേണോ അത്രത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ആ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തു. ഇനി കടുക് വറുത്ത് വെച്ചിരുന്ന കറിവേപ്പിലയും കടുകും ഉലുവയും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് കൈവച്ച് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കണം. കൈവച്ച് തന്നെ മിക്സ് ചെയ്യണം, എന്നാലാട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അച്ചാറെന്ന് പറയുന്നത് ഇതിനകത്ത് വെളുത്തുള്ളിയോ ഇഞ്ചിയോ വിനാഗിരിയോ ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് നിമിഷ നേരം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. അപ്പോൾ ദേ മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഉറപ്പായും ട്രൈ ചെയ്യണേ.